ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇത് നായകരൻ തന്നെയാണ്. ശ്രീ കെ ബി ഗണേഷ് കുമാർ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു? എപ്പോൾ ചോദിച്ചാൽ ചോദ്യം കാണിക്കട്ടെ. ഈ വിഷയത്തെ പറ്റി പറയാം. ആ വിഷയം താങ്കൾ ചർച്ച ചെയ്താണല്ലോ, താങ്കൾ ചർച്ച ചെയ്തു. അല്ല, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആർക്കും പരാതിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ പറഞ്ഞു, ഞാൻ പോലീസിൽ പരാതിപ്പെടാനോ നിയമ നടപടികൾക്കോ തയ്യാറല്ലാന്ന്. അപ്പോൾ ഒരു പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റുകളുടെ പേരിൽ SIT രൂപീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ ഉണ്ടല്ലോ. അവർ പരാതി കിട്ടുന്നതിന് മുമ്പ് സഹോദര അങ്ങയുടെ ധാർമ്മിക ദോഷം വല്ലാതെ വേണ്ട, വല്ലാതെ വേണ്ട. ഞാൻ എൻ്റെ മാധ്യമസമ്മേളനം നടത്തില്ല. എൻ്റെ മറുപടി പറയട്ടെ. മറുപടി പറയട്ടെ. നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ. ഞാൻ പറയുന്ന മറുപടി SIT 2 ദിവസമായിട്ട് ഈ വാർത്ത വന്നിട്ട് വാർത്ത പോലും കൊടുക്കാത്ത മാധ്യമ SIT ഞാൻ താങ്കളോടാണ് പറയുന്നത്. SIT അതായത് ഒരു മെയിലിൽ പരാതി വന്നാൽ ആ മെയിലിൻ്റെ ഒതൻറ്റിസിറ്റി പോലും നോക്കാതെ, പ്രാഥമിക അന്വേഷണം നടത്താതെ പരാതി സ്വീകരിക്കുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. SIT ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ ചോദിക്കുന്ന ഒരു സ്ത്രീ 112 വെറുതെ വിളിക്കുകയാണോ? പരാതിയില്ലാതെ വിളിക്കുകയാണോ? അങ്ങനെയാണോ 112 വിളിക്കുക? എന്തിനാണ് 112 വിളിക്കുന്നത്? എന്തിനാ ഒരു സ്ത്രീ 112 വിളിക്കുന്നത്? നിങ്ങളതിനെ അങ്ങ് വെള്ളം ചേർക്കാതെ 112 ഒരു സ്ത്രീ വിളിക്കുന്നത് എന്തിനാണ് അവർ SP വിളിക്കുന്നത്? എന്തിനാണ് അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് ഈ പരാതി പറയുന്നത്? പിന്നീട് പരാതികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന അധികാരത്തിൻ്റെ സ്വാധീനത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ഇത്തരത്തിൽ ഒരു പരാതിയും ഇല്ല എങ്കിൽ പോലും അദ്ദേഹം ഈ രാജ്യത്തെ ഒരു നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കാത്തൊരു ഒഫൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി